മലപ്പുറം മഞ്ചേരിയിൽ 39 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായത് കൊളത്തൂർ കുരുവമ്പലം സ്വദേശി മുഹമ്മദ് റിഷാദ്. മലപ്പുറം നാർക്കോട്ടിക് സെൽ DYSP NO സിബിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ കയ്പമംഗലത്ത് 13 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കയ്പമംഗലം സ്വദേശി ഫരീദ്, ചന്ദ്രാപ്പിനി ഈസ്റ്റ് സ്വദേശി സാബിത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം പള്ളിപ്പടിയിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ച് അപകടം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കില്ല. 50,000-ലധികം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി നിഗമനം. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ കിരീടം നേടിയ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അജയ് അലക്സിനെ ആദരിച്ചു. എറണാകുളം രാമമംഗലം വലിയ പള്ളിയുടെ നേതൃത്വത്തിലാണ് അലക്സിനെ ആദരിച്ചത്. 27 വർഷത്തിന് ശേഷമാണ് കേരളം ഫുട്ബോളിൽ സ്വർണം നേടുന്നത്. തൃശൂർ കുന്നംകുളത്ത് നടന്ന സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി. ആലപ്പുഴയിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് തായങ്കരി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റുകളെ ആദരിച്ചു. NCC കേഡറ്റുകളായ സനത് NS, ആഷിത പണിക്കർ എന്നിവരെയാണ് ആദരിച്ചത്. മലപ്പുറം മുക്കിലപ്പീടിക സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ആലപ്പുഴ നെടുമുടിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തെക്കൻ മേഖലാ നാടകയാത്രയ്ക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് T. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു.